ഈ ഒരു പോസ്റ്ററിൽ പൂരം കലക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം പൂരം കലക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിച്ചിട്ടുമുണ്ട്, ശ്രമിക്കുന്നുണ്ട്. ശരിയാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യം, അതായത് ഈ ഒരു 2026 ഏപ്രിലിലെ സാഹചര്യം എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് ചിന്തിച്ചിട്ടെടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർക്കാരുടെ ഒരു വികാരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. നമ്മളൊരു വർഷം കാത്തിരിക്കുന്ന പൂരമാണ്. കാരണം ഒരുപാട് പ്ലാൻസ് കാര്യങ്ങൾ നമ്മൾ അന്നത്തെ ദിവസം സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, വിദേശത്തുള്ളവരാണെങ്കിലും ന്ന് മറ്റു ജില്ലകളിലുള്ള ഫ്രണ്ട്സൊക്കെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചിരുന്ന നമ്മളൊരു ആർഭാടത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. കാരണം അന്നത്തെ ഒരു ദിവസം എല്ലാ തൃശ്ശൂർക്കാരും ഭയങ്കര എക്സ്പെൻസീവാണ്. മെൻ്റലിയും എല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. അത്രയും ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ അത്രയും അത് ഉൾക്കൊള്ളുന്ന കാരണം കൊണ്ടാണ്, നമ്മൾ അത്രയ്ക്ക് അത് പ്രതീക്ഷിക്കുന്ന കാര്യം കൊണ്ടാണ്. അപ്പോൾ ഈ തൃശ്ശൂർ പൂരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെറുതെ അങ്ങോട്ടൊരു ആഘോഷിക്കേണ്ട ഒരു ചടങ്ങാക്കേണ്ട ഒന്നല്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് വിഭാഗക്കാരാണ് നമ്മുടെ പൂരം നടത്തുന്നത്. പാറമേക്കാവും അല്ലെങ്കിൽ തിരുവമ്പാടി, ഇവർ രണ്ടുപേരാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാർ. അതിലൊരു വിഭാഗത്തിനാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ആ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് ഈ പരിക്ക് പറ്റിയിട്ട് മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പ്രയോറിറ്റി അതവിടെ കൊടുക്കണം എന്നൊരു തോന്നൽ, അതായത് ആ ഒരു വിഭാഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാർ ഇങ്ങനെ അവിചാരിതമായി മരണപ്പെട്ടിട്ട് അവരുടെ ആ വിഷമോ ആ കണ്ണുനീരോ ഒന്നും മാറണില്ല. ആ കുടുംബങ്ങളുടെ ഒന്നും വിഷമങ്ങളൊന്നും അങ്ങനെ അവരങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു കുറച്ച് ദിവസങ്ങളേ ആവുന്നുള്ളൂ. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ എല്ലാം മറന്ന് ആഘോഷിക്കാൻ പറ്റുമോ? പറ്റില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. നമ്മൾ അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കണ്ടേ? അപ്പോൾ പൂരം മാറ്റി വെക്കണം എന്നല്ല പറയണത്, ചടങ്ങായിട്ട് നടത്തണം എന്നുള്ള ഒരുപാട് അഭിപ്രായങ്ങളുണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ ഇന്നത്തെ വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മുറ പോലെ എല്ലാം നടക്കണം എന്ന് പറയും. അപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും നടക്കണം, നമുക്ക് വേണ്ടി പണിയെടുക്കുന്നവർ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ ഒരു മനസ്സാക്ഷിയാണോ വേണ്ടത്? ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ മറ്റു ജില്ലകളിൽ നിന്നൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ അവിടെ സംഭവിച്ചിട്ടും നിങ്ങൾ പൂരം നടത്തൂലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയും ഉള്ളിൽ നിന്നൊരു സാധനം വരും. പക്ഷേ പൂരം നമുക്ക് വേണം, പൂരം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഏത് അപ്പോൾ ഇതൊരു സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് പോണത്. നമ്മളൊരു വശം ചിന്തിക്കുമ്പോൾ ഒരു വിഭാഗത്തിന് വേണ്ടി പണിയെടുത്തവരവിടെ മരിച്ചു കിടക്കുമ്പോഴും നമ്മളിവിടെ സന്തോഷപൂർവ്വമായിട്ട് പൂരം ആഘോഷിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഉചിതമായിട്ടുള്ളൊരു തീരുമാനമാണ് എല്ലാവരും എടുക്കേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിയില്ല, പൂരത്തിന് എന്നേക്കാളേറെ കമ്പമുള്ള ഒരുപാട് തൃശ്ശൂർക്കാരുണ്ട്, പ്രായമായ ആൾക്കാരുണ്ട്. പക്ഷേ മറുവശത്ത് ചിന്തിച്ചിട്ട് ദിവസങ്ങൾ കഴിയുന്നുള്ളൂ. ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഇവിടെ ഇത്ര ആർഭാടമായിട്ട് ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല. ഞാനങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്കങ്ങനെ ഒരു വിഷമം തോന്നി. ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തു എന്നുള്ളൂ. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് പേര് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ആർഭാടപൂർവ്വം സന്തോഷിക്കുക എന്നുള്ളത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അവരെ പരിഗണിക്കണം. അതിനുവേണ്ടി പരിശ്രമിച്ചവരാണ് അവർ. അപ്പോൾ നമ്മളപ്പോൾ കുറച്ച് മിതപ്പെട്ട രീതിയിൽ ആഘോഷിക്കുക അല്ലെങ്കിൽ മിതപ്പെട്ട രീതിയിൽ നടത്തുക എന്നുള്ളതാണ് വേണ്ടതെന്ന് തോന്നിപ്പോയി. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് വെച്ചെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. പൂരത്തിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നാളെ ശനി, നാളെ വെള്ളി, അത് കഴിഞ്ഞ് ശനി 25, 26 തീയതിയാണ് പൂരം വരുന്നത്. കമൻറ്റ് ചെയ്യണേ.